കൗരവ സഭയിൽ പോയി നടത്തുന്ന അതിവിപുലമായിട്ടൊരു പ്രസംഗം കേൾക്കാൻ സാധിക്കും. ഭഗവാൻ അവിടെ പറയുന്നത്, നിങ്ങളുടെ മകന് അധികാരത്തിന്റെ തിമിര് കൊണ്ടും നിങ്ങൾക്ക് പുത്രസ്നേഹം കൊണ്ടും അന്ധത ബാധിച്ചിരിക്കുന്നു എന്നാണ് ധൃതരാഷ്ട്രയെ നോക്കിയിട്ട് ഭഗവാൻ പറയുന്നത്. അത് കഴിഞ്ഞ് മൂപ്പർ ആഡ് ചെയ്യുന്ന വളരെ പ്ലസന്റ് ആയിട്ടുള്ളൊരു പോയിന്റ് ഉണ്ട്. ഇപ്പൊ വേണമെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മകനെ നിയന്ത്രിക്കാം, വേണമെങ്കിൽ അവനെ പിടിച്ച് കൽത്തുറുങ്കിൽ അടയ്ക്കാം, അവന്റെ സ്വഭാവം ഭാവിയിലെങ്കിലും നന്നാവും. ഇല്ലെങ്കിൽ ഇത് തുടർന്ന് വെക്കുകയാണെങ്കിൽ അങ്ങേക്ക് എന്റെ അവസ്ഥ വരും എന്നാണ് കൃഷ്ണൻ പറയുന്നത്. എന്താണ് എന്റെ അവസ്ഥ എന്നുകൊണ്ട് ഭഗവാൻ ഉദ്ദേശിക്കുന്നത്? ധർമ്മത്തിന് വേണ്ടി സ്വന്തം അമ്മാവനെ വധിക്കേണ്ടി വന്നവനാണ് ഞാൻ എന്നാണ് അവിടെ പറയുന്നത്. അതായത് എനിക്കറിയാം എന്റെ അമ്മയുടെ ചേട്ടനാണ്, അദ്ദേഹത്തെ എനിക്ക് കൊല്ലേണ്ടി വന്നു. എന്തിന്? ധർമ്മം പുനഃസ്ഥാപിക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് ഇപ്പോഴെങ്കിലും നിയന്ത്രിച്ചാൽ അങ്ങേക്ക് എന്റെ അവസ്ഥ വരില്ല എന്ന് പറയുന്ന ഒരു കൃഷ്ണനെ നമുക്ക് എവിടെ കാണാൻ പറ്റും? മഹാഭാരതത്തിൽ കാണാം. ഈ കൃഷ്ണൻ നമ്മൾ എവിടെയും പ്രസന്റ് ചെയ്യില്ല, ഈ കൃഷ്ണൻ നമ്മൾ എവിടെയും പോർട്രേറ്റ് ചെയ്യില്ല. നമ്മൾ ഈ പറയുന്ന ഈ സോ കോൾഡ് ട്രിക്കുകൾ ഉപയോഗിച്ച് പാണ്ഡവരെ ഹെൽപ്പ് ചെയ്തു എന്ന് പറയുന്ന കൃഷ്ണനെ മാത്രമേ നമ്മൾ പറയുള്ളൂ. ഭഗവാനാണ് ഏറ്റവും കൂടുതൽ യുദ്ധം ഒഴിവാക്കാൻ ശ്രമിച്ചിട്ടുള്ള വ്യക്തി.